വരദാനങ്ങൾ ഏഴും നീ ഞങ്ങൾ കേൾക്കണമേ. വിശ്വാസത്തിൻ കാറ്റായി നീ ഞങ്ങളിൽ വീശണമേ. വരദാനങ്ങൾ ഏഴും നീ ഞങ്ങൾ കേൾക്കണമേ. വിശ്വാസത്തിൻ കാറ്റായി നീ ഞങ്ങളിൽ വീശണമേ. ദൈവമഹത്വം ദർശിക്കാൻ കൃപ നീ നൽകണമേ. ആത്മാവേ നീ വാഴണമേ പരിശുദ്ധാത്മാവേ. ദൈവമഹത്വം ദർശിക്കാൻ കൃപ നീ നൽകണമേ. ആത്മാവേ നീ വാഴണമേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ. വരദാനങ്ങളുമായി വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ. വരദാനങ്ങളുമായി വന്നു നിറയണമേ. ദൈവം മനുഷ്യന് പിറക്കാൻ ഒരു സ്ഥലം അന്വേഷിച്ചിട്ട് കണ്ടെത്തിയത് ഒരു അമ്മയുടെ ഗർഭപാത്രമാണ്. ദൈവം നമുക്കൊക്കെ പിറക്കാൻ ഒരു സ്ഥലം കണ്ടെത്തിയത് അമ്മയുടെ ഗർഭപാത്രമാണ്. ദൈവം തന്നെയാണ്, ദൈവത്തിൻ്റെ ജീവനാണ്. ദൈവത്തിൻ്റെ ജീവനിൽ പങ്കുപറ്റിയിട്ടാണ് നമ്മൾ ജനിച്ചിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ലോകത്ത് കാണുന്ന ഒരു ജീവജാലങ്ങൾക്കും ദൈവത്തിൻ്റെ ജീവൻ ഇല്ല. അത് നമുക്ക് ഉപയോഗത്തിന് വേണ്ടി ദൈവം തന്നിട്ടുള്ളതാണ്. ഈ ലോകത്ത് കാണുന്ന എല്ലാ ജീവജാലങ്ങളും, ആ ജീവജാലങ്ങളിൽ ദൈവത്തിൻ്റെ ജീവൻ ഇല്ല. മനുഷ്യന്റെ ഉള്ളിലാണ് ദൈവത്തിൻ്റെ ജീവന്റെ ജീവാംശം. ദൈവാംശം നമ്മുടെ ഉള്ളിലാണ്. ആണ് പൗലോസ് നിങ്ങളെ ഞാൻ ദൈവങ്ങൾ എന്ന് വിളിച്ചു എന്ന് പറയുന്നത്. നാം ദൈവത്തെ പോലെയാണ്. ദൈവം തൻ്റെ ഛായയിൽ, തൻ്റെ സ്നേഹത്തിൽ, തൻ്റെ രൂപത്തിൽ, തൻ്റെ ആത്മാവിൽ പങ്കുപറ്റിയിട്ട് ഈ ഭൂമിയിൽ തൻ്റെ മക്കളാണ് നമ്മൾ. ദൈവത്തിൻ്റെ ജീവനാണ് നമ്മുടെ ഉള്ളിലുള്ളത്. അങ്ങനെ ദൈവത്തിന് പിറക്കാൻ ഒരു സ്ഥലം കണ്ടെത്തിയത് ഓരോ അമ്മമാരുടെയും ഗർഭപാത്രമാണ്. ഈ ലോകത്തിലെ അമ്മമാരില്ലെങ്കിൽ ഈ ലോകം പിന്നെ ഉണ്ടാവില്ല. കാരണം അമ്മയാണല്ലോ മക്കൾക്ക് ജന്മം കൊടുക്കുന്നത്. അമ്മ. നമ്മളെല്ലാവരും ആദ്യം പറഞ്ഞ വാക്ക്, ആദ്യം ജനിച്ചിട്ട് ആദ്യം പറഞ്ഞ വാക്ക് അമ്മ എന്നാണ്. എന്താ കാരണം? നിങ്ങൾ വായൊന്ന് അടച്ചേൻ, അം എന്ന് പറഞ്ഞേൻ, അം തുറന്നേൻ, ആ. അപ്പൊ എന്തായി? ഒന്ന് വായടച്ചേൻ, അം തുറന്നേൻ, അപ്പൊ എന്തായി? ഇത്രയുള്ള സംഭവം. വായടച്ച പിള്ളേര് അം തുറന്നേൻ, അപ്പൊ ആരായി? ഇതിന് നമ്മൾ ക്ലാസ്സിൽ പോയിട്ട് പഠിക്കണ്ട. ദൈവം പഠിപ്പിച്ച് വിട്ടിട്ടുള്ള ഏക പേര് അം. ബാക്കി പറ, ആ. ഏത്? അം, ആ. അപ്പൊ ആരായി? അപ്പൊ ഇത് നമ്മള് ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ച് തന്നിട്ടുള്ളതല്ല. ദൈവം തന്നെ ഈ ഭൂമിയിൽ അമ്മ എന്നുള്ള വാക്ക്. നമ്മൾ ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള വാക്ക് ദൈവം കഴിഞ്ഞാൽ പിന്നെ ആരാ? അമ്മ. വൈറ്റ് മാൻ വന്നാൽ ആര് വിളിക്കുക? കള്ളം വന്നാലാ? കള്ളം വന്നാൽ അപ്പ ആരെ? കള്ളം വന്നിട്ട് അമ്മ വന്നിട്ട് എന്താ കാര്യടാ? കള്ളം വരുമ്പോ ആര് വരണം? അപ്പൊ നല്ല തട്ടിത്തടില്ല, എന്താ കള്ള. പക്ഷെ വൈറ്റ് മാൻ വരുമ്പോ കാല് തെറ്റ് അങ്ങോട്ട് പള്ളിയിൽ നിന്ന് അങ്ങോട്ട് കാല് തെറ്റ് വീഴാൻ പോയി. അപ്പൊ നിന്ന് വിളിക്കുക അമ്മേ. അപ്പൊ വിളിക്കാം അമ്മേന്ന്. ഏറ്റവും കൂടുതൽ
നിങ്ങൾ കരയുമ്പോ ആര് വിളിച്ചിട്ടാ കരയാ? അപ്പാന്ന് വിളിച്ച് കരഞ്ഞിട്ടല്ല. അപ്പാ ഞാൻ കേട്ടില്ല ഇതുവരെ. എന്താ കരയാ? അമ്മേന്ന് വിളിച്ചിട്ടാ കരയാ. പക്ഷെ ആദ്യം ഈ നമ്മൾക്കൊക്കെ ജന്മം നൽകിയ അമ്മയുണ്ടല്ലോ, ദൈവം തെരഞ്ഞെടുത്ത് ദൈവത്തിന് ജനിക്കാൻ, അതായത് എനിക്കും നിങ്ങൾക്കും മദർ തെരേസ, ജോൺ പോൾ രണ്ടാമൻ, ഫ്രാൻസിസ് അസീസി, കൊച്ചു ത്രേസ്യ, വിശുദ്ധ അന്തോണീസ്, വിശുദ്ധ സെബസ്ത്യാനോസ്, ഇവരൊക്കെ എവിടെ ജനിച്ചെന്ന്? അമ്മയുടെ ഗർഭപാത്രത്തിൽ. അപ്പൊ അമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, ദൈവം ജനിച്ച സ്ഥലം ഉള്ളത് നിങ്ങളുടെ ഗർഭപാത്രത്തിലാണ്, നിങ്ങളുടെ ശരീരത്തിലാണ്. അപ്പൊ ദൈവം എന്തുമാത്രം ഒരു സ്ത്രീയെ അനുഗ്രഹിക്കുന്നതിൻ്റെ അടയാളമാണ് അവൾ ഒരു കുഞ്ഞിനെ ജന്മം കൊടുക്കാൻ ദൈവം തെരഞ്ഞെടുക്കുന്നു. ഇതൊക്കെ വല്ലതോർത്തട്ടാണാവോ, ഇതൊക്കെ ആലോചിച്ചിട്ടാണാവോ? ആരാലോചിക്കണു? പ്രിയമുള്ള അമ്മമാരെ, നിങ്ങളുടെ ഗർഭപാത്രം ദൈവം തൊട്ട സ്ഥലമാണ്. അങ്ങനെയാണ് ഞാനും നിങ്ങളും ഒക്കെ ഈ ഭൂമിയിൽ ഉണ്ടായത്. ആകാശത്ത് പൊട്ടി വീണതല്ല. നിങ്ങളുടെ ഗർഭപാത്രം തമ്പുരാന്റെ ജീവൻ വന്ന് ഇരുന്ന സ്ഥലം. ടിക് 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 അങ്ങനെ പുറത്തു വന്നതാണ് ഈ ഇരിക്കുന്ന നമ്മളൊക്കെ. അമ്മ പരിശുദ്ധമായ ഒരു സ്ഥാനമാണ് അമ്മയ്ക്ക് ദൈവം നൽകിയിരിക്കുന്നത്. കാരണം ഈ ലോകത്തിലെ ഒരു മനുഷ്യൻ ജനിക്കുന്നത് അമ്മയിൽ നിന്നാണ്. അമ്മയില്ലാതൊരു ദൈവമുണ്ടോ, അതിലും വലിയൊരു കോവിലുണ്ടോ? കാലം മറക്കാത്ത ത്യാഗമല്ലേ അമ്മ, കാണപ്പെടുന്നതാ ദൈവമല്ലേ. അമ്മയല്ലാതൊരു ദൈവമുണ്ടോ, അതിലും വലിയൊരു കോവിലുണ്ടോ? ഇത് ഈ ലോകത്തിലെല്ലാ മനുഷ്യർക്കും അറിയാവുന്ന ഒരു കാര്യം. അപ്പോ ദൈവം പിറക്കാൻ, ഈ ഭൂമിയിൽ മനുഷ്യനായി പിറക്കാൻ ആഗ്രഹിച്ചപ്പോൾ ദൈവവും അന്വേഷിച്ചത് ഒരു സ്ത്രീയുടെ ഗർഭപാത്രമാണ്. പക്ഷേ ഈ ഭൂമിയിലെ എല്ലാ സ്ത്രീകളുടെയും ഗർഭപാത്രം പാപം ചെയ്ത മനുഷ്യന്റെ ഗർഭപാത്രമാണ്. അപ്പനും അമ്മയും ചെയ്ത പാപത്തിന്റെ ഉത്ഭവ, പാപത്തിന്റെ കറ പൂണ്ട മനുഷ്യനില് ആണ് നമ്മളൊക്കെ ജനിക്കണത്. എന്നാൽ ദൈവം പിറക്കുന്നത് പാപക്കറ ഏശാത്ത ഒരു ഗർഭപാത്രത്തിലായിരിക്കണം. അതിന് ദൈവം എന്ത് ചെയ്തു? മറിയത്തെ ഉത്ഭവ പാപത്തിന്റെ കറയിൽ നിന്ന് മുക്തയാക്കി. അങ്ങനെയാണ് അമലോത്ഭവയായ പാപക്കറ ഏശാത്ത മറിയത്തിന്റെ ഉദരത്തിലാണ് ഈശോ വന്ന് പിറന്നത്. കരമെഴുതി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് മാലാഖ വന്ന് മറിയത്തെ അഭിസംബോധന ചെയ്തത്. എന്ത് നിറഞ്ഞവളെ, എന്ത് നിറഞ്ഞവളെ? ദൈവകൃപ നിറഞ്ഞവളെ. നമ്മൾ ദൈവകൃപ നിറഞ്ഞവരല്ല. ദൈവകൃപ നിറഞ്ഞവളെ, നിനക്ക് സ്വസ്തി. മറിയം പാപത്തിന്റെ കറ ഏശാത്തവളായി ദൈവം മറിയത്തെ സൃഷ്ടിച്ചു. മാതാവിന്റെ അമ്മയുടെ പേരെന്താ? അന്ന. അപ്പന്റെ പേരെന്താ? യോവാക്കിം. ഇവര് രണ്ടു പേർക്കും
മക്കളുണ്ടായിരുന്നില്ല. കാലങ്ങളോളം ഇവർ ദൈവത്തോട് തികഞ്ഞ സ്നേഹമുള്ളവരായ ഇവരുടെ ജീവിതത്തിൽ മക്കളുണ്ടായിരുന്നില്ല. രണ്ടുപേരും ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു, ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരണം. മാതാപിതാക്കളെ, നിങ്ങൾ വിചാരിച്ചാൽ മക്കളുണ്ടാവില്ല. അപ്പൊ നമ്മൾ ഞങ്ങളുണ്ടായിട്ട് മക്കളുണ്ടായല്ലോ, അത് തമ്പുരാൻ തരുന്നതാ. നിങ്ങൾ വിചാരിച്ചാൽ ഉണ്ടാവില്ല. അങ്ങനെ യോവാക്യം മലമുകളിലേക്ക് പോയി തപസ് ചെയ്ത് പ്രാർത്ഥിക്കാം. അവസാനം പ്രാർത്ഥന കഴിഞ്ഞ് തപസ് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. അന്ന, യോവാക്യം, അവർ രണ്ടുപേരും ദൈവത്തോട് ഒരു വാക്ക് കൊടുത്തു, ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരണം. കുഞ്ഞിനെ തന്നാൽ 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 ആ കുഞ്ഞിനെ ഞങ്ങൾ തിരിച്ച് നിനക്ക് തന്നെ തന്നോളാം. അതെങ്ങനെ? ആ കുഞ്ഞിന് ഞങ്ങൾക്കൊന്ന് ഉണ്ടായാൽ മതി. ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ ഞങ്ങൾ ആ കുഞ്ഞിനെ നിന്റെ വീട്ടിലേക്ക് തന്നെ തരാം, ദൈവാലയത്തിലേക്ക് തരാം. എന്നാലും ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരണം. അങ്ങനെ വാക്ക് കൊടുത്തിട്ടാണ് അന്ന യോവാക്യമിന് ഒരു കുഞ്ഞുണ്ടാവുന്നത്. ആ കുഞ്ഞിന്റെ പേരെന്താ? മറിയം. അപ്പൊ അന്ന യോവാക്യമിന് കുഞ്ഞുണ്ടായപ്പോ ഭയങ്കര സന്തോഷായി. പക്ഷേ കുഞ്ഞു വലുതായി വന്നപ്പോ അവർ ദൈവത്തോട് കൊടുത്ത വാക്ക് കൊടുത്തു. നിങ്ങളൊന്ന് ആലോചിക്കുകയും, അങ്ങനെ ഒരു കുഞ്ഞിനെ ദേവാലയത്തിൽ കൊണ്ട് കാഴ്ച സമർപ്പണം നടത്തില്ല. ഇവിടെ കാഴ്ച സമർപ്പണം നടത്താറുണ്ടാ? ഇങ്ങനെ ഓറഞ്ച്, ആപ്പിള് ഇത് കൊണ്ട് സമർപ്പിക്കാറില്ല. ഇവിടെ പള്ളിയില് കാഴ്ച സമർപ്പണം നടത്താറില്ലേ? നമ്മളിവിടെ സമർപ്പിച്ചാൽ എന്താ ചെയ്യാ? നമ്മളിവിടെ സമർപ്പിച്ചിട്ട് കപ്പ്യാരാതെ സങ്കരുത്തി കൊണ്ടുപോകും. നമ്മൾ അതിൽ കൂടെ പോയി അതിർത്ത് തിന്നും. അത് നമ്മളെല്ലാം തിന്നും. ഇതങ്ങനത്തെ സമർപ്പണല്ല. അങ്കിട് കൊടുത്താൽ പിന്നെ ഇങ്ങട് കിട്ടില്ല. അങ്ങനെ അന്ന യോവാക്യം പരിശുദ്ധ മറിയത്തെ ദേവാലയത്തിൽ കൊണ്ട് സമർപ്പിച്ചിട്ട് അന്ന യോവാക്യം ദേവാലയം വിട്ടു പോവുക. ആലോചിച്ചൊക്കെ. പിന്നെ മാതാവ് വളർന്നത് പള്ളിയിലാണ്, ദേവാലയത്തിലാണ്. ദൈവത്തിന്റെ വചനങ്ങൾ വായിച്ചും ധ്യാനിച്ചും ജീവിച്ചും സ്നേഹിച്ചും മറിയം ദേവാലയത്തിലാണ് വളർന്നത്. കരമേറി ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്മ നിറഞ്ഞവൾ, പാപക്കറ ഏശാത്തവളായ പരിശുദ്ധ മറിയത്തിന്റെ ഉത്ഭവമാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ ഓർമ്മിപ്പിച്ചത്. പ്രിയമുള്ളവരെ, ഒരു ഗുരുവിനോട് ഒരു ശിഷ്യൻ ചോദിച്ചു, ജീവിതത്തിൽ ഞാൻ ദൈവം കഴിഞ്ഞാൽ ആരെയാണ് ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ടത്? ഒന്നാമതായി. അപ്പൊ ഗുരു പറഞ്ഞു, നിന്റെ ജീവിതത്തിൽ നീ ഒന്നാമതായി ബഹുമാനിക്കേണ്ടത് നിനക്ക് ജന്മം നൽകിയ അമ്മയെയാണ്. ഓക്കെ, സമ്മതിച്ചു. രണ്ടാമതായി ഞാൻ ആരെയാണ് ബഹുമാനിക്കേണ്ടത്? രണ്ടാമതായി നീ ബഹുമാനിക്കേണ്ടത് നിന്റെ അമ്മയെയാണ്. അപ്പൊ ഒന്നാമതായി നിന്റെ അമ്മയെയാണ്, രണ്ടാമതായി നിന്റെ അമ്മയെയാണ്. ഓക്കെ, എന്നാൽ മൂന്നാമതായി ഞാൻ എൻ്റെ ജീവിതത്തിൽ ആരെയാണ് ബഹുമാനിക്കേണ്ടത്? നിന്റെ അമ്മയെയാണ്. മൂന്നാമതും നാലാമതായി നിന്റെ അപ്പനെ. 3 പ്രാവശ്യം നിന്റെ അമ്മയാണ്. അത് ഈ അപ്പനും ഉണ്ടല്ലോ അമ്മ, അമ്മയ്ക്കും ഉണ്ടല്ലോ അമ്മ, അമ്മയാണ്. പരിശുദ്ധ അമ്മ നിങ്ങൾ അമ്മയായതുപോലെ അല്ല. പാപക്കറയേശാത്ത ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ കിട്ടുക, ദൈവപുത്രന് ജന്മം കൊടുക്കാൻ കിട്ടുക, പാപക്കറയേശാതെ ജനിക്കുന്നതൊക്കെ ഭാഗ്യമാണ് എന്ന് നമ്മൾ പറയും. പക്ഷെ ആ മറിയം, ദൈവത്തെ സ്നേഹിച്ച മറിയം, ദൈവപുത്രന് ജന്മം കൊടുത്ത മറിയം, നിങ്ങൾ അനുഭവിക്കുന്നതിൻ്റെ വേദനകളുടെ 1000 കോടി മടങ്ങ് ആ വലിയ കർമ്മത്തിനു വേണ്ടി സ്വീകരിച്ചവളാണ്. കരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ചൈനീസ് ഒരു പഴമൊഴിയുണ്ട്, ചൈനയിലെ ഒരു പഴമൊഴിയുണ്ട്. അതിങ്ങനെയാണ്:
ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരുന്നതിലും, ഒരു കുഞ്ഞിനെ, ഇവിടെ കുഞ്ഞുങ്ങളിരിക്കണില്ലേ, ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരുന്നതിലും എളുപ്പം ഒരു രാജ്യം ഭരിക്കുന്നതാണ്. നിങ്ങൾ ഈ കുഞ്ഞുങ്ങളൊക്കെ വളർത്തിക്കൊണ്ടിരുന്നില്ലേ? മോദി ചെയ്തതിനേക്കാൾ വലിയ കാര്യമാണ് ചെയ്യണമെന്നാണ് ഈ പറഞ്ഞത്. ഒരു രാജ്യം ഭരിക്കാൻ എളുപ്പമാണ്, പക്ഷെ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്ത് വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് അതിലും ക്ലേശകരമാണ്. ഇത് എന്തിനാ ഈ അവസരത്തിൽ അച്ഛൻ പറയുന്നറിയോ? നിങ്ങളൊരു കുടുംബജീവിതം നയിക്കുമ്പോൾ അതിൻ്റെ മഹത്വം മഹാത്മ്യം നിങ്ങൾ മനസ്സിലാക്കണം. അമ്മയുടെ ഹൃദയഭാവം എന്താണെന്നറിയോ? അമ്മ എല്ലാം കൊടുക്കുന്നവളാണ്. അമ്മ എല്ലാം കൊടുക്കുന്ന ഒരു ഹൃദയം ഉണ്ടെങ്കിൽ അത് അമ്മയുടെ ഹൃദയമാണ്. അച്ഛനിപ്പോ 14 വർഷമായിട്ട് ഈ കിഡ്നി രോഗികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലയിലാണ്. ഏത് കിഡ്നി രോഗിക്കും അവസാനം കിഡ്നി കിട്ടണത് അമ്മയുടെ കയ്യിൽ നിന്നാണ്. അവസാനം പറയും, മോനെ ഞാൻ തരാടാ. ഒരു 10 പ്രാവശ്യം മക്കളെ പ്രസവിച്ചിട്ടുണ്ടാവും, ഒരു 5-6 മുറി മുറിച്ചിട്ടുണ്ടാവും ഓരോ കുട്ടീനെ പുറത്തേക്ക് എടുക്കാൻ. എന്നാലും അമ്മ പറയും, ഞാൻ തരാം മോനെ കിഡ്നി. അതാണ് അമ്മ. ദൈവം സൃഷ്ടിച്ച ഏറ്റവും സുന്ദരമായ ദൈവസ്നേഹത്തിന്റെ ഉറവിടമാണ് ഒരു അമ്മ എന്ന് പറയുന്നത്. സ്ത്രീയായി ജനിച്ചതിൽ വിഷമിക്കുന്ന ആൾക്കാരുണ്ട്, അമ്മയായതിൽ വിഷമിക്കുന്ന ആൾക്കാരുണ്ട്. ഈ ലോകത്തിലെ ആ വിഷമമുള്ളോ? തമ്പുരാന്റെ മുമ്പിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഉത്തരവാദിത്തമാണ് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇനി പരിശുദ്ധ മറിയത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരുന്നത്. ആദ്യം നിങ്ങളുടെ അമ്മയെ കുറിച്ച് പറഞ്ഞിട്ട്, ഇനി ഈ കല്യാണത്തിന് നിങ്ങൾ വന്നു നിൽക്കുമ്പോ അപ്പനമ്മയും, കല്യാണപ്പെണ്ണ് ഏത് വശത്താണ് നിൽക്കേണ്ടത്? പറ. കല്യാണപ്പെണ്ണ് ഏത് വശത്ത് നിൽക്കട്ടെ? ചെക്കൻ്റെ പെണ്ണ് നിൽക്കണം. ഏത് വശത്ത് പെണ്ണ് നിൽക്കട്ടെ? നിങ്ങൾക്കറിയില്ല, പിള്ളേര് ഏതൊക്കെ വശം പറയുന്നുണ്ട്. ഏത് വശാ? വലത്താ? ഇടത്ത് ഭാഗത്ത്. എന്താ ഇതിന്റെ കാരണം? വലത്ത് ഭാഗത്ത് നിന്നാൽ എന്താപ്പത്? ഇടത്ത് ഭാഗത്ത് നിൽക്കുന്നത് എന്താപ്പത്? എന്താ ഇടത്ത് ഭാഗത്ത് നിൽക്കണേ? എന്താ നിങ്ങൾക്ക് ഒരു മനസ്സിലായിണ്ടെന്ന് അറിയാനാ? പറ. പെണ്ണെന്താ എപ്പോഴും എടുത്ത് നിൽക്കണേ? വലത്തുന്നൂടെ? എന്താ വലത്തുന്നാല്? അല്ല, അതിപ്പോ എല്ലാവരും ഇങ്ങോട്ട് മാറിക്കുന്നു പറയാം. അപ്പൊ ഞങ്ങൾ അങ്ങനെ മാറിക്കുന്നു. അതല്ല, എന്താ എടുത്ത് നിൽക്കണേ? നമ്മുടെ ഹൃദയം ഏത് ഭാഗത്താ? ഇതൊന്നും അറിയില്ല. ഹൃദയമുണ്ട്. അത് ഏത് ഭാഗത്താ? ഇടത് ഭാഗത്താണ്. ഇവിടെ ഈ ഭാഗത്താണ്. ജീവിത പങ്കാളിയായ ഒരു പുരുഷന് ദൈവം ഒരു സ്ത്രീയെ കൊടുക്കുമ്പോൾ ഇടത് ഭാഗത്താണ് നിർത്തുന്നത്. ഹൃദയത്തോട് ചേർത്ത് നിർത്താനാണ് ഇടത്ത് ഭാഗത്ത് നിർത്തണത്. ഇനിയിപ്പോ അത് മനസ്സിലായല്ലോ. ഇതെന്താ ഈ ഇടത്ത് നിർത്തണേ? ഇടത് ഭാഗത്താണ് ഹൃദയം. ഹൃദയത്തോട് ചേർത്ത് നിർത്താനാണ് ഇടത്ത് ഭാഗത്ത് നിർത്തുന്നത്. ഇടത് ഭാഗത്ത് ഇടത് കരം ഈ ജീവിത പങ്കാളിയെ ചേർത്ത് നിർത്തി സ്നേഹിക്കാനും ആശ്വസിപ്പിക്കുവാനുമുള്ള ഉത്തരവാദിത്തമാണ് ഒരു പുരുഷൻ ഏറ്റെടുക്കുന്നത്. സ്നേഹിക്കുവാനും ആശ്വസിപ്പിക്കാനും ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ. ഇനി വലത്തുകരം എന്തിനാണ്? ഈ ജീവിത പങ്കാളിക്ക് വേണ്ടി അധ്വാനിക്കുവാനും അവളെ സംരക്ഷിക്കുവാനുമാണ് വലത്തുകരം. ഇതൊന്നും മനസ്സിലാക്കാണ്ട് കല്യാണം കഴിച്ചു വെച്ചോ. ഇനിയിപ്പോ രണ്ടാമത് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം. ശരിയാ. വലതുകരം ഈ അമ്മയെ, കാരണം ഇവളിൽ നിന്നാണ് നിനക്ക് കുഞ്ഞുങ്ങൾ ജനിക്കാൻ പോകുന്നത്. ഇവളില്ലെങ്കിൽ നിനക്ക് കുഞ്ഞില്ല. അപ്പോൾ ഇടതുഭാഗത്ത് നിർത്തി, ഹൃദയത്തോട് ചേർത്ത് നിർത്തി
ഇവളെ സംരക്ഷിക്കുവാനും ഇവൾക്ക് വേണ്ടി അധ്വാനിക്കാനും നിന്റെ വലതുകരം നീ അധ്വാനിച്ച് നെറ്റിയിൽ വിയർപ്പുകൊണ്ട്. ഒരു സുന്ദരമായൊരു സംവിധാനമാണ് തമ്പുരാൻ ഒരു കുടുംബം രൂപീകരിക്കുമ്പോൾ ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങളെ കുടുംബത്തിലെ ആരാണ് കുടുംബം ഭരിക്കേണ്ടത്? ഭർത്താവാണോ ഭാര്യയാണോ? ഭർത്താവെന്ന്. ആരാണ് കുടുംബം ഭരിക്കേണ്ടത്? ഭർത്താവാണോ ഭാര്യയാണോ? ഭർത്താവും അല്ല ഭാര്യയല്ല, കർത്താവ്. നിങ്ങളവിടെ ഫോട്ടോ വെച്ചിട്ട് എന്താ എഴുതി വെച്ചിട്ടുള്ളത്? വീടിന്റെ അവിടെ ഈ കുടുംബത്തിന്റെ നാഥൻ. അത് എഴുതി വെച്ചിട്ട് പിന്നെ താങ്കളത് ഭരിക്കണ. ഈ കുടുംബത്തിന്റെ നാഥൻ ആരാ? ഈശോയുടെ രൂപം വെച്ചിട്ട്, തിരുഹൃദയത്തിന്റെ രൂപം വെച്ചിട്ട് എന്താ പറഞ്ഞിട്ടത്? കർത്താവേ, നീയാണ് ഈ കുടുംബത്തിന്റെ നാഥൻ. നമ്മുടെ കുടുംബത്തിലെ ഭാര്യയോ ഭർത്താവോ അല്ല ഭരിക്കേണ്ടത്, ദൈവസ്നേഹമാണ് നിങ്ങളെ ഭരിക്കേണ്ടത്. 3 തരം സ്നേഹം ഈ ലോകത്തുണ്ട്. ഒന്ന്, ഈ ജന്തുക്കളുണ്ടല്ലോ, ജന്തുക്കൾ, ഈ പട്ടി, പൂച്ച, കാക്ക, മൊയില്, ആമ, കണ്ടാമൃഗം, സിംഹം, പുലി, ഇതൊക്കെ ജന്തുക്കളാ. ഈ ജന്തുക്കളുടെ ഇടയിലുള്ള സ്നേഹമുണ്ട്, ജന്തു സ്നേഹം. അതിന്റെ പേരാണ് പ്രകൃതി സ്നേഹം. പ്രകൃതി സ്നേഹം, ജന്തു സ്നേഹം. ഈ ജന്തു സ്നേഹിക്കുന്നതിന് ഒറ്റ ലക്ഷ്യമുള്ളൂ, ഇണചേരുക. ഒരു പൂച്ച എത്ര പൂച്ചയുടെ കൂടി ഇണചേരും? ഒരു ആന എത്ര ആനയുടെ ഇണചേരും? പ്രകൃതി സ്നേഹം എന്ന് പറഞ്ഞാൽ അതിനൊരൊറ്റ ലക്ഷ്യമുള്ളൂ, ഇണചേരുക. ആരാന്നുള്ള പ്രശ്നമല്ല. ഇതാണ് ഈ ലോകത്തിലെ ഒരു സ്നേഹം, ജന്തു സ്നേഹം. ഇതല്ല നമ്മുടെ സ്നേഹം. ഇനി രണ്ടാമതൊരു സ്നേഹമുണ്ട്, അധമ സ്നേഹം. അധമ സ്നേഹം അതിനൊരൊറ്റ ലക്ഷ്യമുള്ളൂ, സ്വന്തം കാര്യലാഭം മാത്രം. എൻ്റെ കാര്യം നടക്കണം, എൻ്റെ സ്വാർത്ഥ സുഖം മാത്രം. അതാണ് സ്വന്തം സുഖത്തിനു വേണ്ടിയുള്ള സ്നേഹം. ആരെ കണ്ടാലും മനസ്സിലായി, ഭയങ്കര സ്നേഹം. എന്തിനാ? കാര്യം നേടിക്കിട്ടാൻ ഉള്ള സ്നേഹം. ഇഷ്ടപ്രകാരം നിങ്ങളുടെ കയ്യിൽ ചുറ്റുപാട് നിങ്ങൾക്ക് കാണും. നമ്മളോട് സ്നേഹം കാണിക്കുന്നവരുണ്ടാവും. അവരുടെയൊക്കെ പലപ്പോഴും ലക്ഷ്യം, അവരുദ്ദേശിക്കണ കാര്യം നമ്മളെ കൊണ്ട് ചെയ്ത് കിട്ടണം. ഇതിന്റെ പേരാണ് അധമ സ്നേഹം. ഇതുമല്ല നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകേണ്ടത്. മൂന്നാമതൊരു സ്നേഹമുണ്ട്, അതിന്റെ പേരാണ് ഉത്കൃഷ്ട സ്നേഹം. ആ ഉത്കൃഷ്ട സ്നേഹത്തിന്റെ പേരാണ് ദൈവസ്നേഹം. ആ ദൈവസ്നേഹത്തിന്റെ പേരാണ് അഗാപ്പേ. പ്രിയമുള്ളവരെ, വെറുതെ ക്ലാസ് എടുക്കല്ല. ഈ സ്നേഹത്തിന്റെ പ്രത്യേകത എന്തെന്ന് ഈ ധ്യാനത്തിന്റെ അവസരത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് നിങ്ങൾ തമ്മിൽ ഉണ്ടാകേണ്ട സ്നേഹം. തിരിച്ചു ഒന്നും പ്രതീക്ഷിക്കാതെ തനിക്കുള്ളതെല്ലാം സമർപ്പിക്കുന്ന ഹൃദയവികാരത്തിന്റെ പേരാണ് ദൈവസ്നേഹം. തിരിച്ചു ഒന്നും പ്രതീക്ഷിക്കാതെ. ഒരു സ്ത്രീ കല്യാണം കഴിഞ്ഞു, കുറെ നാള് തൻ്റെ ഭർത്താവിനോട് കൂടെ ജീവിച്ചു. പിന്നീടാണ് മനസ്സിലാക്കണേ, അദ്ദേഹത്തിന് വേറൊരു പെണ്ണുണ്ട്. ആ പെണ്ണിന്റെ കൂടെ അയാൾ പോകും. കുറെ കഴിഞ്ഞപ്പോൾ ഇവളെ ഉപേക്ഷിച്ച് അയാൾ ആ പെണ്ണിന്റെ കൂടെ ജീവിച്ചു. 100 കണക്കിനുണ്ട്. ഈ സ്ത്രീ ഒറ്റയ്ക്ക് ജീവിച്ചു. കാലങ്ങൾ കടന്നുപോയി. ആരുടെ കൂടെയാണോ അയാൾ ചെന്ന് ജീവിച്ചത്, ആ സ്ത്രീക്ക് കിഡ്നി പോയി. കിഡ്നി അസുഖമായി, ഡയാലിസിസ് ആയി. അവസാനം ആ സ്ത്രീ മരിച്ചു. വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ വീണ്ടും തൻ്റെ ആദ്യ ഭാര്യയുടെ അടുത്തേക്ക് കടന്നു വരിക. ഈ സ്ത്രീ ഒന്നും പറഞ്ഞില്ല. വരൂ, നിങ്ങൾക്ക് എൻ്റെ കൂടെ ജീവിക്കാം. ഇന്ന്
ആ മനുഷ്യൻ ഈ സ്ത്രീയുടെ കൂടെ ജീവിക്കുകയാണ്. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ തനിക്കുള്ളതെല്ലാം പങ്കുവെക്കുന്ന സ്നേഹത്തിന്റെ പേരാണ്, പ്രിയമുള്ളവരെ, ദൈവസ്നേഹം.